ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു 4 പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാനാണ്. പരിചയമുണ്ടാകും, എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഫസ്റ്റായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്മേ 95 ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. അപ്ലൈ ചെയ്താലെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഹോസ്റ്റലിൽ നിന്നുള്ള ഫസ്റ്റ് പിടിച്ച് വീട്ടിലെത്തി ഞാൻ മുഖം കഴിയിട്ടില്ലായിരുന്നു. ഓടിപ്പോയി മുഖം കഴുകി വന്ന് കുട്ടപ്പനായിരിക്കുന്നത് എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സൺസ്ക്രീൻ ഫേസിൻ്റെ ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ യൂസ് ചെയ്ത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. ഇതിന് നല്ല കവറേജും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങുമാണ്. നമ്മൾ തിരക്ക് പിടിച്ച് പോകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഏറ്റവും സ്മൂത്താണ്. ഫൗണ്ടേഷൻസിൻ്റെ അത്ര കവറേജ് കിട്ടുന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കവറേജും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുമാണ്. അതുമാത്രമല്ല അതിൻ്റെ ഫ്ലേവർ ഓഫ് സ്മെല്ല് ഒരു രക്ഷയില്ല. അടിപൊളി ഫ്രാഗ്രൻസാണ്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതാണ് നെക്സ്റ്റ് പേഴ്സൺ, പിൽഗ്രിമിൻ്റെ വൈറ്റ് ലോട്ടസ് ഡേ ക്രീം SPF 50. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെൻ്റെ സിസ്റ്റർ യൂസ് ചെയ്തതിനാണ്, ബട്ട് അന്ന് ഞാനത് ട്രൈ ചെയ്തിട്ട് പോലില്ലായിരുന്നു. റീസെൻ്റ്ലി ഞാൻ SPF ഉള്ള ഡേ ക്രീം തിരഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കണ്ണിൽ പെട്ടത്. ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നല്ല പ്രൊഡക്റ്റാണ്, യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ വാങ്ങിച്ചു. ഞാൻ ഫ്ലിപ്കാർട്ടിനാണ് ഇത് ഓർഡർ ചെയ്തത്. എനിക്കൊരു 2 to 3 days കൊണ്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കര നീറ്റാണ്, നമുക്ക് കണ്ടാൽ തന്നെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാൻ തോന്നും. അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷനും ഉണ്ട്, കേടാകാതെക്കാനുള്ള. എൻ്റെ ഫേസ് നല്ല ടാൻഡായിരുന്നു. ഞാനിത് വാങ്ങിച്ച ശേഷം 2 നേരം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിടാറാണ്. അങ്ങനെ ഒരു 2 week കൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഫേസിലെ കലകളൊക്കെ കുറേ കുറഞ്ഞു, ടാൻ അടിച്ചതും ഒരുപാട് മാറി. ഇപ്പോൾ നല്ല ബ്രൈറ്റനായി വരുന്നുണ്ട് സ്കിന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര ക്വിക്കായിട്ടുള്ളൊരു റെസ്പോൺസ് ഈ പ്രൊഡക്റ്റിന് എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം അതൊരു ഡെയിലി ക്രീമല്ലേ, അത്രയും ഞാൻ ഇതിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പറയാതെ വയ്ക്കാൻ വയ്യ, അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വൈകുന്നേരം വരെ നല്ല കവറേജ് തരുന്നുണ്ട്. അതുപോലെ SPF 50 ഉള്ളത് കാരണം നല്ല സൺ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇതിൽ MRP കൊടുത്തത് 500 ആണ്, പക്ഷേ ഇതിൽ എല്ലാ ആപ്സിലും ഇതിന് നല്ല ഡിസ്കൗണ്ടും ഉണ്ട്, റേറ്റ് കുറവും ഉണ്ട്. ഞാനത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിന് എനിക്ക് 200 സംതിങ് അങ്ങാണ്ട് ആയിട്ടുള്ളായിരുന്നുള്ളൂ അപ്പോൾ ഓഫർ ഉണ്ടായിട്ട്. പിന്നെ ഇതിൻ്റെ ഈ പാക്കേജിൽ തന്നെ ഉണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കേണ്ട ഡയറക്ഷൻസൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കി അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രാഗ്രൻസ് കുഴപ്പമില്ല, കുറച്ച് കുത്തുന്ന കൈൻഡ് ഓഫ് സ്മെല്ലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാഷിന് വർത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതൊരു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 week കൊണ്ട് ബെസ്റ്റ് റിസൾട്ട് കിട്ടി തുടങ്ങുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് എല്ലാവരും കണ്ടിട്ട് പരിചയമുള്ള സുപരിചിതമായ നമ്മുടെ ഡോട്ടാങ്കിൻ്റെ സ്ട്രോബെറി ഫ്ലവർ സ്ട്രോബ് ക്രീം അടിപൊളിയാണ് കേട്ടോ. നമുക്കൊരു പിങ്ക് സ്ട്രോബെറി ഗ്ലോ തന്നെയാണ് തരുന്നത്. ആൻഡ് ഇതിൻ്റെ പാക്കേജിങ് വാസ് ടു ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. അതുപോലെ ഈ പ്രൊഡക്റ്റിൻ്റെ ഫ്രാഗ്രൻസും അടിപൊളിയാണ്, നമ്മളെ ക്യാൻഡീസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് സ്മെല്ലിന്. ആക്ച്വലി ഞാൻ ഈ പ്രൊഡക്റ്റുകളെല്ലാതും യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് റിവ്യൂ തരുന്നത്. ഇതെല്ലാം എൻ്റെ ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇതിവിടെ റീസെൻ്റ്ലി യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പയ്യെ അപ്ലൈ ചെയ്ത് നോക്കാം. അടിപൊളി ഗ്ലോയിങ് എഫക്റ്റാണ് നമുക്ക് തരുന്നത്. നമ്മൾ വേറൊരു ഡെയിലി ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും ഇത് മാത്രം അപ്ലൈ ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാലും നല്ലൊരു ഷൈനിങ് ഗ്ലോയും നമ്മുടെ ഫേസിന് കിട്ടും. പിന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന മുന്നേ പാസ്ചറൈസ് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മേക്കപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി ഒരാഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചൊരു കാഷ്വൽ മേക്കപ്പ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ തന്നെ എൻ്റെ ഫേവറേറ്റ് വാട്ടർ പ്രൂഫ് ഐലൈനറോട് ഒന്ന് കണ്ണെഴുതി കൊടുത്തു. പിന്നെ എൻ്റെ സ്വന്തം വാസ്ലിൻ ബെസ്റ്റ് മോയ്സ്ചറൈസർ എവർ ഐ മാറ്റ് ആൻഡ് യൂസ്ഡ് ബിഫോർ. പിന്നെ ഞാൻ കരുതി ഇതൊന്ന് സ്പീഡ് കൂട്ടണം, സ്ലോ ആക്കിയിട്ട് കാര്യമില്ല. സ്കൂളിൽ ബെല്ലടിച്ച കുട്ടികൾ ഓടാൻ തിരക്ക് കൂടുന്നത് പോലെയായിരുന്നു എൻ്റെ ഒരു ആക്രാന്തം. എൻ്റെ കയ്യിലെ ലിപ്സ്റ്റിക്കുകളെല്ലാം എടുത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 3 ഷെയ്ഡുകൾ ഞാൻ എടുത്തു. ഗ്രേപ്പ് വയലറ്റ്, അതിലൊന്ന് ലിക്വിഡാണ്, ഒന്ന് സാധാരണ ലിപ്സ്റ്റിക്കുമാണ്. പിന്നെ തേർഡ് വൺ നമ്മളെല്ലാവരും ഡാസ്ലറിൻ്റെ സ്വന്തം കോഫി ഫ്ലേവേർഡ്. എല്ലാം കൂടി ചേർത്ത് നല്ലൊരു കളറാക്കാനാണ് പ്ലാനെങ്കിലും ഫ്ലോപ്പ് ആയതുകൊണ്ട് ലേശം കൂടി പർപ്പിൾ ചേർത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ നിർത്തിപ്പോകാൻ നേരത്തെ ഞാൻ ഓർത്തത് നമ്മുടെ 4ാമത്തെ പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. ഇതാണ് നമ്മുടെ പ്ലമ്മിൻ്റെ ലേറ്റസ്റ്റ് നിയാസിമയുടെ ബോട്ടിൽ. ഇത് പിന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. ഇതായിരുന്നു ഞാൻ ആദ്യം ഇതിൻ്റെ മുഖത്തെ കലകളൊക്കെ പോക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. അത് ഒരു 2 week യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ ടാനൊക്കെ റിമൂവ് ആയി
നല്ല ആക്നെസ് കുറച്ച് നല്ല ക്ലിയർ ആൻഡ് ബ്രൈറ്റൻ ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൂടുന്തോറും നമുക്ക് നമ്മുടെ ഫേസിൽ വരുന്ന ചേഞ്ചുകൾ മനസ്സിലാവും. ഇതിൻ്റെ അപ്പം തന്നെ നമ്മൾ നമ്മുടെ ബാക്കി സ്കിൻ കെയർ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഫേസ് 2 നേരമെങ്കിലും മിനിമം ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഫോർ ദ ബെസ്റ്റ് എഫക്റ്റ് നമ്മുടെ സെറം ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം നല്ല മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.